നമസ്കാരം, എല്ലാവർക്കും അട്രാക്ട് യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, വെയിറ്റ് ഗെയിൻ ഉള്ളതാണ്, ശരീരഭാരം കൂടാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഡയറ്റ് എടുത്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പോവുകയാണല്ലേ. പക്ഷെ ഒരുപാട് ആളുകളുണ്ട്, അതായത് നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചിട്ടും വെയിറ്റ് ഒന്നും വരാണ്ട് ഹെൽത്തി ആയിട്ട്, അതായത് നമ്മൾക്ക് ശരീരത്തിന്, നമ്മുടെ ഏജിന്, നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. നമ്മളൊരു വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റാണിത്. വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ശരീരഭാരം കൂട്ടാൻ വേണ്ടി സ്വിച്ച് ബോർഡ് പറയാമോ എന്ന് ചോദിച്ചിരുന്നു. ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്നോട് റിക്വസ്റ്റ് ചെയ്ത് ഇയാൾക്ക് വേണ്ടി കൂടിയാണ്, എന്നാൽ ഇതേ ബുദ്ധിമുട്ടുള്ള മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ സ്വിച്ച് ബോർഡ് പറയുകയാണ്. ഈ സ്വിച്ച് ബോർഡ് ചൊല്ലുമ്പോൾ അത് നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം എന്നുള്ള നിർബന്ധമാണ്. ഒന്നും കഴിക്കാണ്ട് സ്വിച്ച് ബോർഡ് ചൊല്ലിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വെയിറ്റ് ഒന്നും വരില്ല. നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ട് നമ്മൾ വെക്കാൻ എന്തൊക്കെ ഭക്ഷണം കഴിക്കണോ അതൊക്കെ കഴിക്കാം. ചില മെഡിസിൻ, വണ്ണം വെക്കാനുള്ള മെഡിസിൻ ഒന്നും കഴിക്കേണ്ട, അല്ലാണ്ട് ഭക്ഷണം കഴിക്കുക. മൈൻഡ് വളരെ കാമായിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതുപോലത്തെ മാജിക് ആയിട്ടുള്ള സ്വിച്ച് ബോർഡ്, അത് സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് എത്തുന്ന പോലെ സ്വിച്ച് ബോർഡ്സ് വർക്ക് ചെയ്യും. കാരണം സ്വിച്ച് ബോർഡ്സ് ഞാൻ എപ്പോഴും പറയാറില്ല, ഇംഗ്ലീഷ് മന്ത്രങ്ങളാണ് സ്വിച്ച് ബോർഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അതായത് ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും പള്ളികളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരാറുണ്ട് അല്ലേ. നമ്മളറിയാതെ കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതും ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ സ്വിച്ച് ബോർഡ് ചൊല്ലുമ്പോൾ ഒരിക്കലും നമ്മൾ കരയരുത്. സ്വിച്ച് ബോർഡ് ചൊല്ലുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നടന്നു കഴിഞ്ഞു എന്നുള്ള മൈൻഡ് സെറ്റിൽ വേണം സ്വിച്ച് ബോർഡ് പറയാൻ. അങ്ങനെയെങ്കിലും മാത്രമാണ് സ്വിച്ച് ബോർഡ് വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഒരു ജാതിയും മതവും ഒന്നും നോക്കാതെ, സമയവും കാലവും പോലും നോക്കാതെ നിങ്ങൾക്ക് സ്വിച്ച് ബോർഡ് ചൊല്ലാൻ സാധിക്കുന്നത്. അത് മാജിക്കുള്ള എനർജി നിറഞ്ഞ വാക്കുകളായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് ഈ സ്വിച്ച് ബോർഡ് പറയുക, എന്നാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. മൈൻഡ് കാമായിട്ട് വയ്ക്കുക, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക. ഫുഡ് കഴിക്കുന്നതോടൊപ്പം ഈ സ്വിച്ച് ബോർഡ്സ് ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് വണ്ണം വയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ സ്വിച്ച് ബോർഡ് പറഞ്ഞു തരട്ടെ. ആഡ് പുട്ട് ഓൺ വെയിറ്റ്, ഇതാണ് സ്വിച്ച് ബോർഡ്. ആഡ് പുട്ട് ഓൺ വെയിറ്റ്, ഇത് നിങ്ങൾ എഴുതുകയാണ് നല്ലത്. എഴുതുക, അതിനോടൊപ്പം പറയുക. എഴുതുകയാണ്. സ്വിച്ച് ബോർഡ്സ് എപ്പോഴും എഴുതുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് പറയില്ലേ, അങ്ങനെ രണ്ട് ഫലമുണ്ട്. എഴുതുന്നതിൻ്റെ ഫലവും കിട്ടും, പറയണതിൻ്റെ ഫലവും കിട്ടും. അത് പറയുമ്പോഴും എഴുതുമ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് എന്താ, എൻ്റെ ബോഡി വെയിറ്റ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും ആരോഗ്യമായിട്ടുള്ള രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്, ഞാൻ നല്ലൊരു ബോഡി വെയിറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ് വരേണ്ടത്. അല്ലെ, ഈ സ്വിച്ച് ബോർഡിൻ്റെ കൂടെ ഒരു കോഡും കൂടി തരാണ്, പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് കോഡ്. ഇത് നിങ്ങൾ ലെഫ്റ്റ് റിസ്റ്റിൽ, അതായത് നിങ്ങളുടെ ഇടത് കൈയിൻ്റെ വാച്ച് കെട്ടുന്ന സ്ഥലത്ത് എഴുതിയിടുക. ബ്ലൂ ഓർ ഗ്രീൻ, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിൽ എഴുതിയിടുക, അത് ചൊല്ലുക. അത് സ്വിച്ച് കോഡൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. ആ സ്വിച്ച് കോഡ് 528269 528269. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ സ്വിച്ച് ബോർഡും സ്വിച്ച് കോഡും ഒരു സിറ്റിൽ 45 ടൈംസ് പറയാം. ഒരു സിറ്റിലെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നിങ്ങൾ ചൊല്ലാനിരുന്നാൽ 45 പ്രാവശ്യം ചൊല്ലിയിരിക്കണം. അങ്ങനെ എത്ര വേണമെങ്കിലും ഒരു ദിവസം ചൊല്ലാം കേട്ടോ. ഒരു 10-11 പ്രാവശ്യമൊക്കെ ഒന്ന് ചൊല്ലി നോക്കിക്കോ. അപ്പോൾ അതിന് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. അത് ഒരു പ്രാവശ്യം ചൊല്ലാനിരുന്നാൽ നിങ്ങളൊരു 45 ടൈംസ് മിനിമം അത് പറഞ്ഞിരിക്കണം. അത് പറഞ്ഞിരിക്കുമ്പോഴുള്ള മൈൻഡ് സെറ്റ് എന്താ വേണ്ടിയത്, ഏറ്റവും നന്നായിട്ട് ഗംഭീരമായിട്ട് എനിക്ക് വെയിറ്റ് കൂടുന്നുണ്ട്, ഹെൽത്തി ആയിട്ട് എൻ്റെ ശരീരം മാറുന്നുണ്ട് എന്നുള്ള പോസിറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ വേണം. അതോടൊപ്പം നല്ലോണം ഭക്ഷണവും കഴിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറുതാണ്, കാരണം ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നും വിഷമിക്കേണ്ടതില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്തിയെടുക്കാം. അപ്പം നിങ്ങളുടെ ഹാപ്പി ലൈഫിനായിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. താങ്ക് യു.